വളാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമാകുന്ന ലഹരി മാഫിയകളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പോലീസ് നടപടി ആവശ്യപ്പെട്ട് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തും ലഹരി നിർമ്മാർജ്ജന സമിതി കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി വളാഞ്ചേരി പോലീസിന് നിവേദനം നൽകി. വളാഞ്ചേരി പോലീസ് ഒഫീഷ്യലിന് മാസ് പെറ്റീഷൻ സമർപ്പിച്ച് തുണ പോർട്ടലിന്റെ രസീത് കൈപ്പറ്റി. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന സംയുക്ത യോഗത്തിന് ശേഷമാണ് ഭാരവാഹികൾ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി നിവേദനം സമർപ്പിച്ചത്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും കോട്ടക്കൽ നിയോജകമണ്ഡലം ലഹരി വിരുദ്ധ സമിതിയും ഒരുമിച്ച് സംയുക്തമായിട്ടുള്ള ഒരു അപേക്ഷയാണ് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഓഫീസിൽ കൈമാറുന്നത്. ലഹരിക്കെതിരെ ശക്തമായി പോരാടാൻ ഈ സംഘടന ഒരുമിച്ച് നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വളാഞ്ചേരി ഭാഗത്തും കോട്ടക്കൽ നിയോജകമണ്ഡലത്തിലും ശക്തമായ ഈ ലഹരി മാഫിയയെ വേറെറുക്കുന്നതിനുള്ള ദൗത്യവുമായി ഈ സംഘടനകൾ സംയുക്തമായി മുന്നോട്ട് പോവുകയാണ്. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം അഭ്യർത്ഥിക്കുകയാണ്. ലഹരി മാഫിയകൾക്കും ലഹരി കച്ചവടക്കാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന മുൻകാല ജ്വല്ലറി തട്ടിപ്പുകാരെയും ലഹരി ഇടപാടുകാരെയും ശക്തമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് അധികാരികൾ ഉറപ്പു നൽകി. കൂടാതെ ലഹരി മാഫിയകളിൽ നിന്നും സാമ്പത്തിക തട്ടിപ്പുകാരിൽ നിന്നും പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും മീഡിയ പ്രവർത്തകർക്കും LNS പ്രവർത്തകർക്കും പൂർണ്ണ സംരക്ഷണം ഉറപ്പു നൽകുമെന്നും പോലീസ് വ്യക്തമാക്കി. ഇതിൻ്റെ മുൻകാലങ്ങളിലും വളാഞ്ചേരി പോലീസ് സ്റ്റേഷനും LNSും സംയുക്തമായി ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ച് ബോധവൽക്കരണം നടത്തി. ഇതൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും ഇവിടുത്തെ വിദ്യാലയങ്ങൾക്കും ഈ കോട്ടക്കൽ മണ്ഡലത്തിലെ ഒരുപാട് കോളേജുകളിലും നമ്മൾ പരിപാടികളൊക്കെ നമുക്ക് സംഘടിപ്പിച്ച് ഈ ലഹരി വിപത്തിനെ തകർക്കാൻ, ഈ ലഹരി മാഫിയയെ നമുക്ക് അതിലെ തൂത്തെറിയാൻ വേണ്ടി ഇവിടുത്തെ പോലീസും അതുപോലെ തന്നെ ജനങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തും വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയും എല്ലാവരും സജീവമായ രംഗത്താണ്. ഇതിനെ നമ്മൾ തടയിടാൻ നമ്മളെല്ലാവരും സർവ്വ മനസ്സോടുകൂടി നാം രംഗത്തിറങ്ങേണ്ടതാണ്. തീർച്ചയായിട്ടും ഈ വിപത്ത് അവസാനിച്ച് നാം തൂഫാനിൻ്റെ ഭാഗമായിക്കൊണ്ട് തൂഫാൻ വാരിയേഴ്സ് ആയിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ കേരള സർക്കാർ ഇന്ന് കേരളത്തിനുടനീളം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തൂഫാൻ. അതിന് എല്ലാവിധ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ലഹരി നിർമ്മാർജ്ജന സമിതി, സംസ്ഥാന കമ്മിറ്റി, അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി, അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റി, മറ്റുള്ള പഞ്ചായത്ത് കമ്മിറ്റികളൊക്കെ ഇതിൻ്റെ കർമ്മരംഗത്തുണ്ട്. പോലീസിൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ സഹായമുണ്ട്. തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്കും രാജ്യത്തിനും ഒരു സഹായകരമായിട്ടും നമ്മുടെ വളർന്നു വരുന്ന സമൂഹത്തിന്, വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാർക്കും നമ്മുടെ കുട്ടികളെയും നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയാണ്, നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ രാജ്യത്തെ രക്ഷിക്കലാണ് എന്നുള്ള ആ ഒരു ഉത്തമ വിശ്വാസത്തോടുകൂടി നമ്മളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തും LNS മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ഭാവി പരിപാടികൾ കൂടുതൽ ഊർജിതമാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് വളാഞ്ചേരി കേന്ദ്രമായി ഇന്ന് ലഹരി മാഫിയകൾ തടിച്ചു വളരുകയാണ്. നമ്മുടെ സ്വൈരമായ ജീവിതത്തെ തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ വാർത്തകൾ, അവരുടെ സമൂഹത്തെ ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്താ റിപ്പോർട്ടർമാർ, ചാനലുകാരെയൊക്കെ അവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ ഭരണം അവരുടെ കയ്യിലേക്ക് ഒതുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളം ഒരു പുതിയ കേരളമാണ്. നവകേരളം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലത്ത് ഈ ലഹരി വിപണനം നടത്തുന്ന മാഫിയകളെ ഒക്കെ തഴിച്ചു വളരാനുള്ള അവസരം ഉപയോഗിച്ചുകൊണ്ട് ആ തഴിച്ചു വളർന്ന് വലുതായ ലഹരി മാഫിയകളെ നാടിൻ്റെ നാനാഭാഗത്തും ഇന്ന് പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ തുറുങ്കിൽ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ പ്രദേശത്തും അതിൻ്റെ സുരക്ഷിതത്വം ഉണ്ടാകണം. ജനങ്ങൾക്ക് സ്വൈരമായി ജീവിക്കുവാനും നടക്കുവാനും സമാധാനപരമായി അന്തി ഉറങ്ങാനും ഒക്കെയുള്ള സൗകര്യം അത് ചെയ്തു തരേണ്ടത് പോലീസാണ്. അവരുടെ ഭാഗത്തു നിന്ന് അതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പോലീസ് സേന ഇന്നുവരെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സേവനങ്ങൾക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ് കീഴേപ്പാട്ട്, LNS സംസ്ഥാന വൈസ് പ്രസിഡന്റ് OK കുഞ്ഞിക്കോമു മാസ്റ്റർ, മണ്ഡലം ജനറൽ സെക്രട്ടറി അഷ്റഫ് വെള്ളേങ്ങൽ വളാഞ്ചേരി, വർക്കിംഗ് പ്രസിഡന്റ് K മുജീബ് റഹ്മാൻ വളാഞ്ചേരി, ഭാരവാഹികളായ KPA കരീം പേരശ്ശന്നൂർ, അബ്ദു തെക്കേകരത്ത്, MP ഷാഹുൽ ഹമീദ് മാസ്റ്റർ, K സിദ്ദിഖ് ഹാജി കുളമംഗലം, KK മോഹനകൃഷ്ണൻ, KM ഹസൈനാർ കുഞ്ഞിപ്പ, സിദ്ദീഖ് പാലാറ എന്നിവരടങ്ങുന്ന സംഘമാണ് നിവേദനം സമർപ്പിച്ചത്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി
ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.